EDUTECH ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു സമഗ്രയിൽ എങ്ങനെയാണ് നമ്മൾ ഒരു പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമൊക്കെ ചെയ്തതുപോലെ ആപ്ലിക്കേഷൻസിൽ കൈറ്റ് വെബ് റിസോഴ്സിൽ സമഗ്ര എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് നേരെ നമ്മൾ ലോഗിൻ ചെയ്യാണ്. ഞാൻ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡാഷ്ബോർഡിലേക്കാണ് കടന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ HMന് സെൻഡ് ചെയ്ത മൈ പ്ലാൻ HM അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ മൈ പ്ലാൻ ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ ഏത് ക്ലാസ്സാണോ നേരത്തെ ചെയ്തത് ആ ക്ലാസ് ക്ലിക്ക് ചെയ്യുന്നു. സബ്ജക്റ്റ് അതുപോലെ ചാപ്റ്റർ സെലക്ട് ചെയ്യുന്നു. അപ്പം നമ്മൾ ആ ചാപ്റ്ററിൽ ചെയ്ത യൂണിറ്റ് പ്ലാനുകളൊക്കെ ഇവിടെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഏത് യൂണിറ്റ് പ്ലാനാണ് ആവശ്യമുള്ളത് നമ്മളത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് വേണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ മൈക്രോ പ്ലാനിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം HM അപ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് കാണാം. അപ്പോൾ നമ്മൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്നു. ഇവിടെ ഇങ്ങനെ ആഡ് റിഫ്ലക്ഷൻ നോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങൾ എന്താണോ റിഫ്ലക്ഷൻ നോട്ടായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിവിടെ കൊടുക്കണം. പ്രതികരണം ഇവിടെ തയ്യാറാക്കുക. അതിനുശേഷം ആ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു ഒപ്പീനിയൻ അത് നമ്മളിവിടെ നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്, എക്സലൻറ്റ്, ഗുഡ്, ആവറേജ് എന്നുള്ളത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ അത് നിങ്ങൾ നൽകുക. എക്സലൻ്റ് എന്നാണെങ്കിൽ അത് കൊടുക്കുക. പിന്നെ ഏത് ഡിവിഷനാണ് നിങ്ങൾ എടുക്കുന്ന, ഏത് ഡിവിഷനിലാണ് ആ ഒരു പ്രതികരണക്കുറിപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആ ഡിവിഷന് നൽകുക. അതിനുശേഷം ആഡ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ എൻ്റെ പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കി. ഇനി ആഡ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ കൊടുത്തത് ഇവിടെ വന്നിട്ടുണ്ട്. ഈ പ്രതികരണക്കുറിപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഈ രണ്ട് ഓപ്ഷൻ ഇവിടെ ഉണ്ട്. എഡിറ്റ് ഉപയോഗിച്ചിട്ട് ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് അപ്ഡേറ്റ് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷനുണ്ട്, നമുക്ക് ഡിലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് ഒരു പ്രതികരണക്കുറിപ്പ് നമ്മൾ സമഗ്രയിൽ തയ്യാറാക്കുന്നത്. താങ്ക് യു.